പ്രാർത്ഥനയെ എങ്ങനെയാണോ ഞാൻ നോക്കിയത്, അല്ലെങ്കിൽ പ്രാർത്ഥന എങ്ങനെയാണോ വളർത്തിയത്, അതുപോലെ എനിക്ക് നക്ഷത്രയെ വളർത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. സ്പെഷ്യലി ടീനേജ് ആയപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ചു പ്രാർത്ഥനയുടെ ടീനേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോ എളുപ്പമാവുമല്ലോ, എവിടെ എടുത്ത് രണ്ടാമത്തെ ആള് വന്നോണ്ടിരിക്കുക. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ടെന്നേ. അതൊരു റിലേഷൻഷിപ്പ് ഇൻഡിവിജ്വലി അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആണ്. ഇപ്പം ടീനേജ് ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഈ ഫ്രീഡം എന്നുള്ളൊരു വാക്ക് അവിടെ വരുന്നു. ഉണ്ടെങ്കിലും മറ്റേ കുറച്ചുകൂടെ നമ്മുടെ കൺട്രോളിലാണല്ലോ ഒരു ചെറിയ പ്രായം കടന്നു പോകുന്നത്. ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇന്ന് സോഷ്യൽ മീഡിയയും കൂടെ ഉള്ളതുകൊണ്ട് അത് നമുക്കിന്ന് ഒരു നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കൂട്ടുകുടുംബങ്ങളിൽ നമുക്ക് അതിനൊരു സ്ട്രക്ചറുണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷെ ആ സ്ട്രക്ചറിൽ നിന്നുമുള്ളാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ നിന്ന് സിംഗിൾ യൂണിറ്റായി. ഇന്ന് സമൂഹവും കൂടെ ചേർന്നാണ് പേരൻറ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന രീതികളിൽ വളരെയധികം ഇൻ്റർഫിയറൻസ് വരികയും അത് നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ഉളവാക്കുകയും സംശയം തോന്നിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് മാറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കുമുണ്ട് അതേ ഒരു എക്സ്പോഷർ അവർക്ക് ഇന്ന് കുട്ടികൾക്കുണ്ട്. കാരണം കോവിഡ് സമയം വരെ മൊബൈൽ ഫോൺസ് മാറ്റി വെച്ചിരുന്ന മാതാപിതാക്കൾക്ക് ഇന്ന് അതിലേക്ക് തിരിച്ച് പോകാൻ പാടാണ്. പറയാൻ പറ്റില്ല. കാരണം ആ കോവിഡിന്റെ ആ സമയം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാം ഓൺലൈനായി. ആ ഓൺലൈനിലൂടെ ഇവർക്ക് ആ ആക്സസ് കിട്ടി. ആ ആക്സസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അതിലൂടെ ഉള്ളൊരു എംപവർമെന്റ് കിട്ടി. പിന്നെ അവരവിടുത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. സോ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി എത്തുന്ന സമയം ആകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞു പോയിട്ട് ഭയങ്കര ആ ബൗണ്ടറീസ് ഭയങ്കര ബ്ലറി ആയിരിക്കും. ബട്ട് ഇറ്റ്സ് അഗൈൻ ഐ തിങ്ക് എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. സോ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥന എടുത്ത് പറയുന്നത് പ്രാർത്ഥനയും കൂടെ എന്നെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് വേണം നക്ഷത്രം. അത് കുട്ടിയുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടി, അതൊക്കെ ഞാൻ പറയാറുണ്ട്. ബട്ട് യെസ് ഷീ ഡസ് ദാറ്റ്. അതൊരു എനിക്ക് ഭയങ്കര സന്തോഷമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇപ്പം ന്യൂസുകളിലൊക്കെ പറയുന്നത് എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥയൊന്നും. കാരണം മാരേജിനോട് സ്ത്രീകൾ നോ പറയുന്നു, ഓക്കെ സമ്മതിക്കുന്നു, നോ അല്ലെങ്കിലും നമ്മളൊക്കെ അത് ഒന്ന് ഡിലേ ചെയ്യുന്നുണ്ട്. കാരണം ഞാനടക്കമുള്ള ആളുകൾ സമൂഹം അറിയുന്നൊരു കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്നവരാണ്. അങ്ങനെയാണല്ലോ ഇപ്പൊ ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഏജിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ അന്ന് മാറ്റവും വന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറയുമ്പോൾ ഐ ബി വെരി ഓണസ്റ്റ് വിത്ത് യു. കാരണം ഇതുപോലെ തന്നെ ഹരിതയെ പോലെയുള്ള കുട്ടികൾ പലരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇതൊരു കോൺവെർസേഷൻ ആയതുകൊണ്ട് തന്നെ ചോയ്സ് കഷ്ടപ്പെട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നവർ ഇപ്പോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഇത് ഞാൻ ചോദിക്കുന്നത് ശരിയാണോ. ഇതാ ഞാൻ പറഞ്ഞു, കോൺവെർസേഷൻസ് വരുമ്പോൾ രണ്ട് ഭാഗത്തും ഗുണം ഉണ്ടാവും. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ നറേറ്റീവ് ഇതിനകത്ത് നമുക്ക് മോശമെന്ന് തോന്നുന്നതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും. ഞാൻ ചോദിക്കാൻ വന്നത്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ത്രീക്ക് മാരേജ് ഒരു ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉള്ളൊരു സംഭവമാണ്. കാരണം അത് പെർസ്പെക്റ്റീവ്സ് ഓരോരുത്തരുടെയും ഓരോന്ന് പോലെയാണ്, മനസ്സിലായില്ലേ. ബട്ട് ഐ ടെൽ യു സംതിങ്, ആസ് എ വുമൺ, ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അവനവൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടാവുക, ഒരാളുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റുക, ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുക. ഇനി കല്യാണം കഴിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ പാർട്ട്ണറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് സാഹചര്യവും നമ്മളിൽ നിന്ന് മാറി നിന്നാൽ എനിക്ക് സ്വയമേ ജീവിക്കാൻ പറ്റും എന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത് നമ്മുടെ തൊഴിലാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അത് വളർത്തിയെടുത്തിട്ട് മതി ബാക്കിയുള്ള സംസാരം എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി സംഭവം. ഇപ്പം എൻ്റെ പ്രൈമറി വാല്യൂ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം എൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സമ്പാദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. പക്ഷെ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നന്നായി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ സമ്പാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതെല്ലാം നിർത്തിയിട്ട് കല്യാണം കഴിച്ചല്ലേ എന്നൊരു ചോദിക്കാം. ഈ പൂർണ്ണിമ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ പൂർണ്ണിമയുടെ ജീവിതത്തിൽ നിന്നും അതല്ലേ പഠിച്ചത്. ചിലപ്പോൾ ഞാൻ അതായിരിക്കും പഠിച്ചത്, അതുകൊണ്ടായിരിക്കും ഞാൻ ഇന്നിപ്പോൾ ഇതിങ്ങനെ പറയുന്നത്. ബട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഒരിക്കലും ഒരു പോസ് ബട്ടൺ അമർത്താതെ എൻ്റെതായ രീതിയിൽ ബിസിയായി ഇരിക്കാനും ആ ഫിനാൻഷ്യൽ എംപവർമെന്റ് വരുത്താനും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുത്താനും ഞാൻ കോൺസ്റ്റന്റ്ലി ശ്രമിച്ചത് അതുകൊണ്ടായിരിക്കാം. ഈ തോട്ട് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം. ഇന്നിവിടെ നമ്മൾ സംസാരിക്കേണ്ടത് വിവാഹം തീർച്ചയായിട്ടും വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോയ്സ് ഇൻഡിവിജ്വലി നിങ്ങളുടേതാണ്. അതിലേക്ക് ആരും ഇടപെടാതിരിക്കുക എന്നുള്ളത്
ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ ആ ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ ചിന്തിക്കണം. ഇപ്പൊ നമുക്ക് ഇറ്റ് ഇസ് യുവർ ചോയ്സ് എന്ന് പറയാൻ എളുപ്പമാണ്, അത് നിങ്ങളുടെ തീരുമാനം എന്ന് പറയാനുള്ളത്. പക്ഷെ ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നതൊന്നും ഇൻഡിവിജ്വലി ആൾക്കാർക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമൂഹം പറയുന്ന ചോയ്സ് ആണ് അവർ എടുക്കുന്നത്, അത് അവരുടെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നമ്മൾ ആസ്വദിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ അവരുടെ ചോയ്സ് ആണോ എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലുള്ള സമയം പലപ്പോഴും ഉണ്ടാവുന്നില്ല. സമയമില്ല എന്നുള്ള സാഹചര്യം ഇല്ല, അതായത് സമയമില്ല, സാഹചര്യം പ്രായം പോലും ചിലപ്പോ. അതുകൊണ്ടാണ് കുറെ കാലം കഴിയുമ്പോൾ അതിൻ്റെ അകത്തു നിന്നും ഈ പറയുന്ന പോലെ ഇത്തിരി മെച്യൂരിറ്റി വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെതായിട്ടുള്ള പിഴകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങും, ഈ മൊത്തം പ്രോസസ്സിനെ അല്ലേ. ഇന്ദ്രനൂടെ ഇപ്പം മലയാളിമയുടെ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കില്ലേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കുമ്പോ എന്താ തോന്നുക? ആക്ടേഴ്സ് ആവോ അതോ ഒരു മടിയൊക്കെ ഉണ്ടാവോ? ഒരു ഇപ്പം പറഞ്ഞില്ലേ സോഡാ ബാബുവും ജീവയും വന്നപ്പോൾ ഒരവസ്ഥ, അതുപോലെ നിങ്ങൾ അത്രയും ഒരു കമ്പാനിയൻസ് രണ്ടുപേരും സ്ക്രീനിൽ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോ ഇല്ല. ഇന്ദ്രൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എൻ്റെ അടുത്ത് ഞാൻ പൊതുവെ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നില്ല സ്പീഡിൽ ചെയ്യരുത്, പോസിറ്റ് പറയണം. ബട്ട് അങ്ങനെ ഒരു ആ സ്പേസ് ഉണ്ട്, ഒരു ആക്ടർ സ്പേസിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഹസ്ബൻഡ് വൈഫ് അവിടെ വരുന്നില്ലല്ലോ, വി ആർ പ്രൊഫഷണൽ ആക്ടേഴ്സ്. ഫാമിലിയിൽ എല്ലാവരെയും പറ്റി നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഇടയിൽ എനിക്ക് രണ്ടുപേരെ പറ്റി ഇനി എന്ത് പറഞ്ഞാലും വീട്ടിൽ എനിക്ക് ആ രണ്ടുപേരെ പറ്റി അറിയണം. കാരണം എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് അറിയാം. ആരാണ്? അവര് രണ്ടുപേരെ ഓണത്തിന് ഞാൻ എത്ര വട്ടം എടുത്ത് നോക്കി. എന്റെ സോഴ്സ് ഓഫ് ലൈഫാ, എന്റെ മീ ടൈം ആണ്. ഇപ്പത്തെ പിള്ളേര് പറയുന്നത് പൂക്കീസ്. എന്റെ 5 ദിവസം മാറിയെന്ന് എനിക്ക് പറയണം. ഇവിടെ ഒരുപാട് പെറ്റ് ലവേഴ്സ് ഉണ്ട്, ഞങ്ങള് പൂച്ച സാർ ലവേഴ്സ് ഉണ്ട്, പട്ടി സാർ ലവേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ വേണ്ടി അവരുടെ പേരും ആരൊക്കെയാന്ന് ഇന്ദ്രൻ എപ്പോഴും ഇന്ദ്രൻ പറയുന്നത് ഈ പൈറ്റ് പൈപ്പർ എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. പൈറ്റ് പൈപ്പറുടെ മറ്റേ ഒരു നഗരത്തിൽ കുറെ എലികൾ വന്നിട്ട് ആ നഗരം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. പിന്നെ അവസാനം ഒരു പൈറ്റ് പൈപ്പർ വരും. അപ്പൊ അദ്ദേഹം പൈപ്പ് വായിക്കുമ്പോ എലികളെല്ലാം അങ്ങനെ കൂടെ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിൽ മെസ്മറൈസ്ഡ് ആയിട്ട് എലികളെല്ലാം തന്നെ ആ സിറ്റിയിൽ നിന്നും പുറത്തു കൊണ്ടുപോയി കളയുന്നു, അതാണ് കഥ. അപ്പൊ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ എലികൾ, അതുപോലെയാണ് ഇന്ദ്രമണി വീട്ടിൽ നടക്കുമ്പോ ഞാൻ മുന്നേ നടക്കും, പുറകെ ഇങ്ങനെ കുറേ എല്ലായിടത്തും രാവിലെ എഴുന്നേക്കണ സമയം തൊട്ട്. പക്ഷെ എനിക്ക് പറ്റില്ല. 3 പൂച്ചകളുണ്ട്, 3 അഡോപ്റ്റഡ് ആണ്. 3 ഈ പറഞ്ഞ പ്രാർത്ഥനയാണ് 3ന്റെയും ആൾക്കാർ. പ്രാർത്ഥന ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇമോഷണൽ ഡിപ്പെൻഡൻസി വളരെ കൂടുതലുള്ള കുട്ടിയാണ്. അപ്പോൾ പെറ്റ്സ് ആയിട്ടാണ് എപ്പോഴും വളർന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആവാം. ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിലെ എക്സസൈസ് ഓൺ ഡേ ടു ഡേ ബേസിസ് അധികം ഇമോഷണൽ ഡിപ്പെൻഡൻസി വരാത്ത എന്തെങ്കിലും എക്സസൈസ് ആ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറ്റുമായിട്ട് കാരണം അത് ബാലൻസ് ചെയ്ത് എല്ലാത്തിനെയും ഇമോഷണൽ ആയിട്ട് കാണാൻ പഠിക്കരുതെന്നും കൂടെ നമ്മൾ പറയണമല്ലോ. നമ്മൾ കുട്ടികളോട് അത് പറയണം. കാരണം എല്ലാത്തിനെയും നമ്മൾ ഇമോഷണൽ ആയിട്ട് കാണാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു വന്ന ഒരു കാര്യം ചെയ്യാം. ഇനി വേണ്ട, സമാധാനമായില്ല, എന്തെങ്കിലല്ലേ പ്രശ്നമുള്ളൂ, വേണ്ട വിചാരിച്ചു. ചെറിയ ആള് ഒരു 4-5 വയസ്സായപ്പോൾ എഴുതാനൊക്കെ പഠിക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ ബെഡ്റൂമിന്റെ ഡോറിന്റെ പുറത്ത് ഇങ്ങനെ കൊണ്ട് ഒട്ടിച്ചു വെക്കും, ഐ വോണ്ട് എ ഷിറ്റ്സു. എന്നിട്ട് അവളുടെ ബെഡ്റൂമിന്റെ ഡോറിന്റെ പുറത്ത് ഒട്ടിച്ച് വെക്കും, പ്ലീസ് 1 ഷിറ്റ്സു. പല എടുത്ത് ഒട്ടിച്ചൊട്ടിച്ചു വെക്കായിരുന്നു. അവസാനം എന്താ പറഞ്ഞ പോട്ടെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ബൂബു വരുന്നത്.